ഹായ് ഹലോ നമസ്കാരം. ദുൽഖറും റെട്രോ മൂവീസും അതൊരു കോമ്പിനേഷനാണ്. അതിപ്പോ മഹാനടി ആയിക്കോട്ടെ, സീതാരാമം ആയിക്കോട്ടെ, ലക്കി ഭാസ്കർ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ വല്ലാണ്ടങ്ങ് കണക്ട് ചെയ്തതും ഇംപ്രസ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെയാണ്. അക്കൂട്ടത്തിലേക്കാണ് ഒരു പുതിയ സിനിമയെ ദുൽഖർ വരുന്നത്, കാന്ത. ആദ്യത്തിന്റെ അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു മേ ബി ഒരു ബയോഗ്രഫി അങ്ങനത്തെ ഒരു പടമായിരിക്കുന്നു. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ദുൽഖർ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണെന്ന്. സോ എന്താണ് കാന്ത? കാന്ത എന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമ സെറ്റ്. ആ സെറ്റിൽ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. അത് ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് സംഭവ വികാസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്നതാണ് കാന്ത. ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിലെ കാസ്റ്റിന്റെ പെർഫോമൻസസ് ആണ്. ഭയങ്കര രസമായിട്ടാണ് ഇതിലെ എല്ലാ കാസ്റ്റും പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ദുൽഖർ. ദുൽഖർ തന്റെ കഴിവ് മൊത്തത്തിൽ അങ്ങ് പുറത്തെടുത്തു എന്ന് വേണേ പറയാം. ഈ ഒരു പഴയ കാലഘട്ടവും അവിടുത്തെ ഒരു ക്യാരക്ടറൈസേഷനും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്നതും അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു മാനറിസം, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കൊണ്ടുവരുന്നതിൽ ദുൽഖർ നല്ല രീതിയിൽ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. അത് സ്ക്രീനിൽ കാണാനും പറ്റുന്നുണ്ട്. അതിനേക്കാളും ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സിനിമ സെറ്റിൽ നടക്കുന്ന സംഭവ വികാസമാണ്. അപ്പം ആ ഫ്രെയിമിലേക്ക് ദുൽഖർ വരുമ്പോൾ, സിനിമയിലെ ഫ്രെയിമിലേക്ക് ദുൽഖർ വരുമ്പോൾ അവിടെ ഒരു മാജിക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു മാജിക് ഭയങ്കര രസമുണ്ട്. ആ ഒരു നമ്മൾ പഴയ കാലത്ത് നസീർ സാറൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡ്രമാറ്റിക് നിറഞ്ഞിരിക്കുന്ന ഒരു അഭിനയം, ഈ ഒരു നാടകീയത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനം. എന്നിരുന്നാലും അത് നമുക്ക് കൺവിൻസ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് ദുൽഖർ ഈ പടത്തിലുടനീളം ഭയങ്കര രസത്തിൽ ആ ഒരു ഫ്രെയിമിങ് വരുമ്പോഴത്തേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടീസറിലും ട്രെയിലറൊക്കെ കണ്ടിരിക്കുന്ന സീനുകളാവട്ടെ, സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഇൻട്രോ സീനാവട്ടെ, അവിടുത്തെ ഒരു റെഫറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ദുൽഖർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഇതിന്റെ ഇമോഷണൽ ഭാഗങ്ങൾ, റൊമാൻറ്റിക്, ആ പരിപാടികൾ, ആറ്റിറ്റ്യൂഡ്, ഈഗോ, ഇതൊക്കെ കൊണ്ടുവരാൻ ദുൽഖർ ആസ് ഒരു മാജിക് തന്നെ ദുൽഖർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാം. ഇതിന്റെ ക്ലൈമാക്സ്, ഇന്റർവെൽ പോർഷൻ, ഇങ്ങനെ വരുന്ന ഓരോരോ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലൊക്കെ ദുൽഖർ കൊണ്ടുവരുന്ന ഒരു മാജിക് ഉണ്ട്. ദാറ്റ് ഈസ് സോ ഗുഡ് ആൻഡ് ഇറ്റ് ഇസ് വെരി ഇംപ്രസീവ്. ദുൽഖറിന്റെ റീസെന്റ് ടൈമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണം നമുക്ക് ഇതിനെ പറയാം. പിന്നെ വരുന്നത് സമുദ്രകന്നി. ഒരു ടീച്ചർ, ഒരു ഗുരുവിന്റെ ഒരു സ്ഥാനീയൻ, അവിടെ വരുന്ന ഈഗോ ക്ലാഷസ്, അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, പരിപാടികൾ ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു റഗഡ്നെസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഒരു സമയത്ത് ഭാഗ്യശ്രീയുടെ ഒപ്പം വളരെ സ്മൂത്ത് ആയിട്ടും വളരെ കെയറിങ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടറായി നിൽക്കുമ്പോൾ, ഓപ്പോസിറ്റ് ദുൽഖറിലേക്ക് വരുമ്പോൾ വളരെ റിജിഡ്, വളരെ ഈഗോയിസ്റ്റിക് ആയിരിക്കുന്ന ഒരു ക്യാരക്ടർ വ്യത്യാസം, അതൊക്കെ കാണാൻ ഭയങ്കര രസമുള്ളതായിരുന്നു. അത് വളരെ രസത്തിൽ തന്നെ സമുദ്രകന്നി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഉടനീളം പടത്തില്. ഇതിലെ ക്ലൈമാക്സിൽ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് വേറെ ലെവലാണ്. പിന്നെ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് പെർഫോമൻസസ് ഏരിയാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമാണ്. സ്റ്റാർട്ടിങ്ങിലെ ക്ലാഷ്, അതൊക്കെ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. ഈ സിനിമയിൽ ഏറ്റവും ഇംപ്രസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഭാഗ്യശ്രീ ആയിരിക്കും. ഈ ഗ്ലാമറസ് റോളുകൾ ചെയ്യാൻ കഴിവുണ്ടെന്ന് പണ്ടേ തെളിയിച്ച നടിയാണ്. എന്നിരുന്നാലും ഇതുപോലത്തെ ഒരു ക്യാരക്ടർ റോളിലേക്ക് വരുമ്പോൾ, ഒരുപാട് ചലഞ്ചിങ് ആയിരിക്കുന്ന അഭിനയം ഒരുപാട് ആവശ്യമുള്ള ആ റോളിലേക്ക് വരുമ്പോൾ ഭാഗ്യശ്രീ എങ്ങനെ ആപ്റ്റ് ആവും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അത് മൊത്തത്തിൽ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ്, ഉള്ളിലുള്ള ഈ അഭിനയത്തിൽ പുറത്തു വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഭാഗ്യശ്രീയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിലൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ഫേസ്, ആ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ, അതിന്റെ ഓരോരോ തലങ്ങൾ, അതിന്റെ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ, ഇഷ്യൂസ്, ഇതൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഷി ഹാസ് ഡൺ എ പ്രിറ്റി ഗുഡ് ജോബ് ഓൺ ദാറ്റ്. പിന്നെ പറയാനുള്ളത് റാണ ദഗ്ഗുബാട്ടി. എന്റെ പൊന്നോ, അങ്ങേര് വന്ന ശേഷം പടത്തിന്റെ ഒരു പരിപാടി തന്നെ അങ്ങ് മാറുവാണ്. അങ്ങേരുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങേരുടെ ഒരു ഈ എന്താ പറയാ, കുറുക്കനായ കുറ്റാന്വേഷകൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് റാണ ദഗ്ഗുബാട്ടിയുടെ. അത് കാണാനും ചെയ്യുന്നത് കാണാനും അതിന്റെ ഒരു പെർഫോമൻസ് ഏരിയാസ്, പുള്ളിങ് ഓഫ് തിങ്സ്, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. അത്ര അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന ശേഷമാണ് പടത്തിന്റെ ആക്ച്വലി സ്പീഡ് ഒന്ന് കൂടുന്നത്. സോ ബേസിക്കലി ഇതൊക്കെ ആയിട്ടുള്ള പെർഫോമൻസ് ഏരിയാസ് ഒക്കെ കൊണ്ട് വളരെ റിച്ച് ആണ് പടം. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള സ്റ്റേജ് പ്രിപ്പറേഷനും ആ ഒരു ഏരിയ ഇൻട്രൊഡക്ഷൻ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നതും, ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ എന്നിങ്ങനെ പറഞ്ഞ് പടം മുന്നോട്ട് പോകും. പക്ഷെ എനിക്ക് മെയിനായി തോന്നിയിരിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് വളരെ ഡ്യൂറേഷൻ കൂടിയതാണ്. വളരെ ലെങ്തി ആയിരിക്കുന്ന ഒരു
പടത്തിന്റെ മൊത്തത്തിലൊരു ലെങ്ത്നെസ് ഫീൽ ചെയ്യും ഫസ്റ്റ് ഹാഫിൽ. അതിൽ എത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണോ എന്ന് ചില സമയങ്ങൾ നമുക്ക് തോന്നും. ഒരുപാട് പെർഫോമൻസ് നമ്മൾ ഇംപ്രസ് ചെയ്യുമ്പോഴും ബട്ട് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ഈസ് ഡ്രാഗിങ് സംവെയർ. എന്നിട്ട് അതിന് ഇന്റർവൽ പോർഷൻ ആകുമ്പോഴത്തേക്ക് അതിന്റെ പടത്തിന്റെ മെയിൻ ട്വിസ്റ്റ് കയറി വരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലൂടെ റാണിയുടെ ക്യാരക്ടർ എൻട്രി, പടപട കാര്യങ്ങൾ നടന്നു പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ സാധനം സെക്കൻഡ് ഹാഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫിനായിട്ട് കോറിലേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് ഫസ്റ്റ് ഹാഫിന്റെ ഡ്യൂറേഷൻ ലാഗ്, ഐ മീൻ എക്സ്റ്റൻഷൻ, സെക്കൻഡ് ഹാഫിനെയും ബാധിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നമുക്ക് തോന്നും ഈ ഫസ്റ്റ് ഹാഫിൽ ഇത്രയും ഡീറ്റെയിലിംഗ് ഈ ഒരു കാര്യത്തിന് വേണമായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. സോ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന രണ്ട് പാതികളാണ് ഈ പടത്തിലുള്ളത്. ഇതിന്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ചിലപ്പോൾ നിങ്ങളെ വല്ലാണ്ടെങ്കിൽ ഇംപ്രസ് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്കത് ഓൾറെഡി ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതായിരിക്കും ഈ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഹൈലൈറ്റ് ആവുന്നത് ബേസിക്കലി ഇതിന്റെ ഒരു പെർഫോമൻസസ് ആണ്. ഒരുപാട് ആൾക്കാരുടെ പെർഫോമൻസും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് ഈ പടത്തിന്റെ ക്ലൈമാക്സ് കുറച്ചും കൂടി നമുക്ക് അട്രാക്റ്റീവ് ആവുന്നത്. സോ ഈ ബേസിക്കലി ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഡ്യൂറേഷൻ ഒരു വലിയൊരു പ്രശ്നമായി എനിക്ക് തോന്നി. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വേണമായിരുന്നു. ഒരുപാട് പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഇംപ്രസ് ചെയ്യുമ്പോഴും ആ ഡ്യൂറേഷൻ എവിടെ ഒരു ചെറിയ കല്ലുകടിയായി മാറുന്നുണ്ട്. അതൊരു സെറ്റ് ബാക്ക് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ഇതിന്റെ ലൈറ്റിംഗ്, ഇതിന്റെ ഒരു പരിപാടികൾ, ആ ഒരു ഡാർക്ക്നെസ് കൊണ്ടുവരുന്ന ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുന്ന ഒരു പരിപാടി, അതിന്റെ ആ മേക്കിംഗ്, ആ പഴയ കാലത്തെ സിനിമ മേക്കിംഗ് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു പ്രസന്റേഷൻ, പിന്നെ വരുന്നത് അതിന്റെ കളർ ഗ്രേഡിങ്, എഡിറ്റിംഗ്, സോങ്സ്. ജെക്സ് ബിജോയാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിന് ഇണങ്ങുന്നതും ആ സിറ്റുവേഷന് മാച്ച് ആവുന്നതായിരിക്കുന്ന ഒരു നല്ല മ്യൂസിക് ഉണ്ട് പടത്തിന്. ഇതൊക്കെ കൊണ്ട് നല്ല രസമുള്ള ഒരു പടമാണ്. എന്നിരുന്നാലും ഈ പടത്തിന്റെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഈ പെർഫോമൻസ് ആണ് ഹൈലൈറ്റ് ആയിരിക്കുന്നത്. ആ പെർഫോമൻസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണ്, ആ പഴയ കാലഘട്ടത്തിലെ ചിത്രീകരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പടം നിങ്ങളെ ഇംപ്രസ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പടത്തിന്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു കല്ലുകടിയായി തോന്നിയേക്കാം. ഇതൊക്കെ കൺസിഡർ ചെയ്ത് പടത്തിലേക്ക് കാണാൻ പോവുക. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയാം. താങ്ക് യു.